മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഇപ്പോൾ ഉള്ളത് അനന്തുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, എനിക്കിവിടെ വരുമ്പോൾ വളരെ സന്തോഷവും സമാധാനവുമാണ്. കണ്ണേട്ടൻ്റെ തറവാട്ടിലാണെങ്കിൽ എനിക്ക് ആ സ്വസ്ഥതയും സമാധാനവും കിട്ടാറില്ല എന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അന്ന് നമുക്ക് ഇവിടേക്ക് താമസം മാറ്റിയാലോ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അത് ഇവർക്കൊരു ബുദ്ധിമുട്ടായി തീരും, അതൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, മാർക്കോ ആണ് മഹാലക്ഷ്മിയെ വിളിക്കുന്നത്. എന്നിട്ട് ഞാനൊരു അജ്ഞാതനാണെന്ന് പറയുന്നു. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആരാണെന്ന് പറയാൻ. അപ്പോൾ പറയുന്നുണ്ട്, വേറെ ആരുമല്ല പെങ്ങളെ, ഞാൻ അന്ന് ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച ആൾ തന്നെയാണെന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. മാഡത്തിൻ്റെ രണ്ടാനച്ഛനെയും അതുപോലെ തന്നെ കണ്ണൻ സാറിൻ്റെ അമ്മാവനെയും ചെറുതായിട്ടൊന്ന് പെരുമാറിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് നിങ്ങളെ സഹായിച്ചതാണെന്നെല്ലാം പറയുന്നു. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസും കൂട്ടങ്ങളൊക്കെ ഉണ്ടായാൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് കണ്ണൻ സാറിനോട് പറയണം. കണ്ണൻ സാർ ഒരു വക്കീലാണെന്ന കാര്യം എന്നൊക്കെ എനിക്ക് അറിയാമെന്നെല്ലാം മഹിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ മഹി വന്ന് കണ്ണനോട് ഈ വിളിച്ചത് ആരാണെന്നെല്ലാം എടുത്തു പറയുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നു, ഇപ്പോൾ നമ്മളെ മൂന്നാമത്തെ പ്രാവശ്യമാണ് അയാൾ സഹായിക്കുന്നത്. കാര്യം ഒന്ന് എന്നെയും അതുപോലെ തന്നെ കണ്ണേട്ടനെയും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇപ്പോൾ വേറൊരു അപകടത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചു. എന്തായാലും നമ്മൾ ദേവി തന്നെയായിരിക്കും നമ്മൾ ഈ രക്ഷകനായിട്ട് നമ്മുടെ കൂടെ വിട്ടിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീടാണ് പ്രതാപൻ മാർക്കോനെ നേരിൽ കാണുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, നീ എനിക്കിട്ട് പണിതല്ലേടാ എന്നെല്ലാം ചോദിക്കുന്നു. ഞാൻ ആരാണെന്ന് അറിയാതെയാണ് നീ എൻ്റെ നേരെ കയറിയതെന്നെല്ലാം പറയുമ്പോൾ മാർക്കോ പറയുന്നു, താൻ ആരാണെന്നും എന്താണെന്നും നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണോ ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നുണ്ട്. എനിക്ക് തന്നെ കൊട്ടേഷൻ കിട്ടിയത് എന്തുകൊണ്ട് നന്നായി, അതുകൊണ്ട് എനിക്ക് കണ്ണൻ സാറിനെ മഹാലക്ഷ്മി മാഡത്തിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റി എന്നെല്ലാം പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, അല്ല അവൾ നിൻ്റെ കാമുകിയാണോടാ എന്നൊക്കെ ചോദിക്കുന്നു. എൻ്റെ കാമുകിയൊന്നുമല്ല, എൻ്റെ പെങ്ങളായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മാർക്കോ പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാനായിട്ട് ഞാൻ ഇവിടെ വന്നത്, ഇനി കണ്ണൻ സാറിൻ്റെയും മാഡത്തിൻ്റെയും പിറകെയുള്ള ഓട്ടം അങ്ങോട്ട് നിർത്തിക്കോ. അവർക്കൊരു സംരക്ഷകനായിട്ട് ഞാൻ എന്നും അവർ നിഴല് പോലെ അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ പ്രതാപൻ ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അതേസമയം തന്നെ അവിടേക്ക് കരുണ കടന്നു വരുന്നുണ്ട്. അല്ല അച്ഛ, ഇയാൾ ആരാ അച്ഛനെ വെല്ലുവിളിക്കാനെന്നെല്ലാം ചോദിക്കുന്നു. നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് കരുണയുടെ നേർക്ക് തിരിയുന്നുണ്ട് മാർക്കോ. നിങ്ങളെല്ലാവരും അവരുടെ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ ഈ കളി മുഴുവൻ കളിക്കുന്നത്, അത് ഇനി വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതെന്നെല്ലാം മാർക്കോ എടുത്തു പറയുന്നു. പിന്നീട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ അവർക്ക് നേരെ വല്ല കരുക്കൾ നീക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളുടെ ഈ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മകളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നെല്ലാം പ്രതാപനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മാർക്കോ. കരുണയാണെങ്കിൽ മാർക്കോനോട് ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാ എൻ്റെ അച്ഛനെ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കരുണയോടായിട്ട് പറയുന്നുണ്ട്, തൻ്റെ അച്ഛനെ ഒരു കൊട്ടേഷൻ തന്നിരുന്നു, ആ കൊട്ടേഷൻ ഞാനാണ് ഏറ്റെടുത്തത്. പക്ഷേ അവരെ ഞാൻ ഒന്നും ചെയ്തില്ല, രക്ഷപ്പെടുത്തുക ചെയ്ത്, വേറെ ആരുമില്ല, തൻ്റെ ചേച്ചിയെയും ഭർത്താവിനെയാണെന്നെല്ലാം മാർക്കോ വെളിപ്പെടുത്തുന്നുണ്ട് കരുണയോട്. അതുകൊണ്ട് എല്ലാവരോടായിട്ട് പറയണം, ഇനി അവരുടെ നേരെ തിരിയാൻ ആരും നോക്കണ്ട, നിങ്ങളെ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്നെല്ലാം പറയുന്നതോടെ പ്രതാപൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് നേരെ ഒരു ചെറുവിരൽ പോലും നിങ്ങൾ അനക്കിയെന്ന് അറിഞ്ഞാൽ ഞാൻ കമലേശ്വരത്തേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ളവരെല്ലാവരോടും ഞാൻ പറയും, ഈ കരുണയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതെന്നും അങ്ങനെ നിങ്ങളുടെ മകളുടെ ജീവിതം എന്നേക്കുമായി നശിക്കുകയും ചെയ്യും. അതുപോലെ ഉണ്ണി എന്ന് പറഞ്ഞൊരു മണ്ടനാണ്, അവൻ എത്രത്തോളം ഉള്ള ആളാണെന്നെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാമെന്നെല്ലാം പറയുന്നു. അവൻ അവളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. അതോടുകൂടി നിങ്ങളുടെ ഈ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ കൂടി ഇല്ലാണ്ടായി പോകുമെന്നെല്ലാം പ്രതാപനോട് പറയുകയാണ്. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.